എല്ലാവർക്കും ക്യൂൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു വാൾ പെയിൻ്റാണ് ചെയ്യുന്നത്. ഒരു സെൽ ഔട്ട് ഡിസൈൻ. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ പിക്ചേഴ്സ് വരയ്ക്കുന്നത്. അതിനായി ഞാൻ ഓരോ പിക്ചേഴ്സ് എത്ര വലുപ്പം വേണമെന്നും അത് എവിടെയൊക്കെ വരയ്ക്കണമെന്നും ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ലൈറ്റായിട്ട്. എന്നിട്ട് നമുക്ക് പിക്ചേഴ്സ് എത്ര വലുപ്പം വേണമെന്ന് അനുസരിച്ച് ഒരു ചാർട്ട് പേപ്പറിൽ വരച്ച് കൊടുക്കുക. ഓരോ പിക്ചറും ഓരോ ചാർട്ട് പേപ്പറിലായിട്ടാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് വരച്ചിരിക്കുന്നത്. അത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്നിനെ കത്രിക വെച്ച് അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കുക. മരത്തിന് ഉള്ളിലെ ആ ചെറിയ പീസും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ചാർട്ട് പേപ്പർ നമ്മൾ എവിടെയാണോ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നല്ല നീറ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. കട്ട് ചെയ്തെടുത്ത ചെറിയ പോർഷനും ഞാനിവിടെ ഒരു ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മരം ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അതുപോലെ ഒരു ആനേനെ ഞാനൊരു ചാർട്ട് പേപ്പറിൽ ആവശ്യമുള്ള വലുപ്പത്തിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഒരു ഔട്ട്ലൈൻ മാത്രം. നമുക്ക് ഈ ഔട്ട്ലൈനും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്നല്ലെങ്കിൽ കത്രിക അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെറിയ നൈഫ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചാർട്ട് പേപ്പറിൻ്റെ അടിയിൽ ഒരു കാർഡ്ബോർഡ് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. മുഴുവൻ ഈ കാണുന്ന പോലെ ഔട്ട്ലൈനിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ആനേനെ ഫുള്ള് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിലത്തെ ആ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. നമുക്ക് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ആവശ്യം. അപ്പോൾ ഈ ചാർട്ട് പേപ്പറും നമ്മൾ കറക്റ്റ് പൊസിഷനിൽ ഒട്ടിച്ച് കൊടുക്കുക. നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ ഓരോ ഡിസൈൻസും ഞാൻ ആവശ്യമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്ത് കറക്റ്റ് പൊസിഷനിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 ഡിസൈൻസാണ് ഞാനിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ നമുക്ക് ഡബിൾ ടേപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന സാധാരണ ടേപ്പ് ഒന്ന് മടക്കി ഈ കാണുന്നത് പോലെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഡബിൾ ടേപ്പ് ഒട്ടിക്കുന്ന പോലെ തന്നെ നമുക്കിവിടെ ഒട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ 4ാമത്തെ പിക്ചർ A4 ഷീറ്റ് യോജിപ്പിച്ച് അതിലാണ് വരച്ച് കട്ടൗട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്നത്. A4 ഷീറ്റ് ആകുമ്പോൾ ഒന്ന് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇവിടെ ഞാൻ കളർ ചെയ്യാൻ ബ്ലാക്ക് വാൾ പെയിൻറ്റും പിന്നെ അതിനായി സ്പോഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് ഈ മരത്തിൻ്റെ ഉള്ളിൽ ഫുൾ കളർ ചെയ്ത് കൊടുക്കാം. മരം ഫുള്ളായി കളർ ചെയ്ത് കഴിഞ്ഞു. ഇനി കളർ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ക്ലിയർ ആവാത്ത ഭാഗത്ത് നമുക്ക് ഒന്നും കൂടി കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് ആനയ്ക്ക് കളർ ചെയ്യാം. ഇങ്ങനെ അരികുവശത്ത് കളർ ചെയ്യുമ്പോൾ ചാർട്ട് പേപ്പറിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ കളർ ചെയ്യാൻ വെച്ചാൽ അരികുവശമൊക്കെ കൂടുതൽ നീറ്റായി നമുക്ക് കിട്ടും. അങ്ങനെ ആനയ്ക്കും നമുക്ക് ഫുൾ കളർ ഇതുപോലെ അപ്ലൈ ചെയ്യാം.
അങ്ങനെ 4 ഡിസൈൻസിലും നമ്മൾ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചാർട്ട് പേപ്പർ റിമൂവ് ചെയ്യാം. ഇപ്പോൾ പെയിൻറ്റ് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒട്ടിച്ച സെല്ലോ ടേപ്പ് മാറ്റി പതുക്കേനെ ചാർട്ട് പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ചാർട്ട് പേപ്പറും നമുക്ക് റിമൂവ് ചെയ്യാം. ചാർട്ട് പേപ്പർ എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അരികുവശം നീറ്റായി വന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ഉപയോഗിച്ച് ടച്ച് ചെയ്ത് കൊടുക്കുക. റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് റിസൾട്ട് ഇതാണ്. നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ ചെറിയ പുല്ലുകളും കിളികളും ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.